ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് വിക്ടോറിയ സാൻഡ്വിച്ച് കേക്കാണ്. ഇതിൽ നമ്മൾ 2 കേക്ക് ബേക്ക് ചെയ്തിട്ട് ഒരു കേക്കിൻ്റെ പുറത്തായിട്ട് ബട്ടർ ക്രീമും പിന്നെ സ്ട്രോബെറി ജാം കൂടെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അടുത്ത കേക്ക് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സാൻഡ്വിച്ച് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് വെൽക്കം ടു ടിങ്കിൾസ്. കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 200 ഗ്രാം, ഷുഗർ 200 ഗ്രാം, കപ്പളവിൽ പറയുകയാണെങ്കിൽ 1 കപ്പാണ്, 240 ml കപ്പാണ് പറയുന്നത്. മൈദ 200 ഗ്രാം, 1.5 കപ്പ്, 4 കോഴിമുട്ട, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, പാല് 3 ടേബിൾ സ്പൂൺ. ഇനി ബട്ടർ ക്രീം തയ്യാറാക്കാനായിട്ട് പൊടിച്ച പഞ്ചസാര 1 കപ്പ്, പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റായ ബട്ടർ 100 ഗ്രാം, 1 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഇത്രയുമാണ് ബട്ടർ ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ബട്ടർ ക്രീമിൻ്റെ പുറത്തായിട്ട് ജാം കൂടെ വെക്കുന്നുണ്ടല്ലോ, സ്ട്രോബെറി അല്ലെങ്കിൽ റാസ്ബെറി ജാമാണ് ഈ ഒരു കേക്കിൽ വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ട്രോബെറി ജാമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 സെപ്പറേറ്റ് കേക്കായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 8 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്ന് ഇതുപോലെ എടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരേപോലത്തെ 2 കേക്ക് ടിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് കേക്ക് ടിന്നാണ് ഉള്ളത് അതിലേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് ബേക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ബേക്കിംഗ് ടൈം ഒരു 45 to 50 മിനിറ്റ്സ് വരെ വേണ്ടി വരും. സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ബേക്കായി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ മൈദയും ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന ബട്ടറും മുട്ടയും എല്ലാം റൂം ടെമ്പറേച്ചറിലാണെന്ന് ഉറപ്പ് വരുത്തണേ. ഇനി ഇതിലേക്ക് നമ്മളെടുത്തിട്ടുള്ള 200 ഗ്രാം പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബട്ടറിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് വൈറ്റ് കളറായി മാറുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൈഡിലുള്ളതെല്ലാം ഇതുപോലൊന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ മുട്ട ഓരോന്നായിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഓരോരോ മുട്ടയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓരോ മുട്ടയും ചേർത്തിട്ട് ഒരു 30 മുതൽ 40 സെക്കൻഡ് വരെ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് അതിലേക്ക് ചേർന്ന് വരും. അപ്പോൾ ബട്ടറും ഷുഗറും കൂടെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് മുട്ട ചേർക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഓരോ മുട്ടയായിട്ടേ ചേർക്കാവൂ, അല്ലെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞ് പോകുന്നത് പോലെ ഒരു ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ ഓരോ മുട്ടയും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത മുട്ട ചേർക്കേണ്ടത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടാണ് അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോരോ മുട്ടയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിസ്ക് ഉപയോഗിച്ചും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ സമയമെടുക്കുമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 3-4 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോഴും ബാറ്റർ നല്ല തിക്കാണ്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് 3-4 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ടിന്നിലേക്കാണ് നമ്മളിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഏകദേശം ഒരുപോലെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ രണ്ടും ഏകദേശം ഒരേ വെയിറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരേ സൈസിലുള്ള 2 കേക്ക് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും ഒരുമിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരുമിച്ച് വയ്ക്കാൻ സ്പേസ് ഇല്ല എങ്കിൽ ഓരോന്നായിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബട്ടർ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കാം. ബട്ടർ ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം. ചിലർക്ക് ബട്ടർ ക്രീമിനോട് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വിപ്പിംഗ് ക്രീമും നമുക്ക് ഈ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേക്കിൽ തന്നെ 200 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. വീണ്ടും ബട്ടർ ക്രീമും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരുപാട് ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏതായാലും ഇഷ്ടമാവും. ബട്ടർ ക്രീമായാലും വിപ്പിംഗ് ക്രീമായാലും ഇഷ്ടമാവും. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീഡിയോ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10-12 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട്. ഇനി അതുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് നമ്മുടെ ബട്ടർ ക്രീം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ കേക്ക് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കണേ. മുകളിൽ നിന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കാനാണ്. അപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമുക്ക് ആദ്യം ബട്ടർ ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ആദ്യം നമുക്ക് വേണമെങ്കിൽ ജാം വയ്ക്കാം, അല്ലെങ്കിൽ ബട്ടർ ക്രീം വയ്ക്കാം. എങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തായാലും ബട്ടർ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ ക്രീം വയ്ക്കുമ്പോൾ എത്ര തിക്കായിട്ട് വേണം അതനുസരിച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ബട്ടർ ക്രീം ബാക്കിയുള്ളത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്ട്രോബെറി ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ജാം കുറച്ചൊന്ന് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത പീസ് കൂടെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു 2 ഫില്ലിങ്ങും കാണുന്ന ആ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പീസ് കേക്ക് എടുത്തിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്സൈഡ് ഡൗൺ ആയിട്ട് ആ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് സർഫസ് മുകളിൽ കിട്ടും. ഒന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജാമെല്ലാം കുറച്ചുകൂടെ ഒന്ന് വിസിബിളായിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. മുകളിൽ ഇതുപോലെ പഞ്ചസാര പൊടിയും അതുപോലെ എൻ്റെ സാൻഡ്വിച്ച് ആ ഒരു ഫില്ലിങ് കാണാനും പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ വിക്ടോറിയ സാൻഡ്വിച്ച് കേക്ക്. ക്വീൻ വിക്ടോറിയയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കേക്കായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നല്ലൊരു കേക്ക് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.